ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള PC ടോക്സ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ VF എക്സാം വരാനായി. അപ്പോൾ അതിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു വഴിയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റഡി ചലഞ്ച് പോലെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം പറ്റുമെന്നറിയില്ല. എനിക്ക് എന്തായാലും VF എക്സാം ഇല്ല. ഞാനിപ്പോൾ LDCക്കും വേരിയസ് LGSനും വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസവും പഠിക്കാൻ പറ്റുന്ന പോലെ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക അല്ലെ. എല്ലാ ദിവസവും നമ്മൾ നേരത്തെ എണീക്കുക. ഇനിയിപ്പോ എന്തായാലും ഈ ഒരു എക്സാം വരെ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം, കാരണം റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും കൊണ്ടുപോകണം. എനിക്കിപ്പോ ക്ലാസ് LDCന്റെ ക്ലാസ് അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതായത് കോഴ്സ് എടുത്തിട്ട് 1 മാസം കഴിഞ്ഞെങ്കിലും പക്ഷെ ഞാൻ ഇപ്പോഴാണ് ക്ലാസ്, അതായത് ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് സ്റ്റാർട്ട് ആക്കാൻ തുടങ്ങിയത്. ഓരോ ടോപ്പിക്കും വെച്ചിട്ട് അധികമൊന്നുമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഹിസ്റ്ററി, എക്കണോമിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും പഠിക്കാതിരിക്കുന്ന പോലെ ഇതുപോലെ ഒരു ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുക. ഇന്ന് എന്താണോ നമ്മൾ പഠിക്കുന്നത് ആ ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ എഴുതി വെക്കുക. അതിന് മുന്നേ നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ വൃത്തിയാക്കി വെക്കുക. കാരണം മെസ്സി ആയിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നില്ല അല്ലെ. അതുപോലെ എല്ലാ ദിവസവും പഠിക്കാൻ വരുമ്പോൾ ഒന്ന് ടേബിളൊക്കെ വൃത്തിയാക്കി ഒന്ന് ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് തുടച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഉന്മേഷം വരും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും പറ്റുകയാണെങ്കിൽ രാവിലെ നേരത്തെ എണീക്കാൻ നോക്കുക. ഞാനിപ്പോ പഠിക്കാൻ ഇതിപ്പോ 28-ാം തീയതിക്കത്തെ ഒരു സ്റ്റഡി വ്ലോഗാണ് കേട്ടോ. അന്നത്തെ ദിവസം ഞാനൊരു 6 മണിക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 6 മണിക്ക് എണീച്ചിട്ട് ഞാൻ കുറച്ച് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കിച്ചണിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അതും കുറച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. പകുതി ചെയ്തു, പകുതി അവിടെ തന്നെ വെച്ചിട്ട് വന്നു. കാരണം ബ്രേക്ക് കിട്ടണ സമയത്ത് എന്ത് ചെയ്യും, ഞാനൊരു 45 മിനിറ്റ് മാക്സിമം പോയ 50 മിനിറ്റ് മാത്രമേ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഇരിക്കാറുള്ളൂ ഡെയിലി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ബ്രേക്ക് എടുക്കുമല്ലോ, ആ ഒരു സമയത്ത് പോയിട്ട് ബാക്കി പണികൾ ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പൊ അടിച്ചു വരാനുണ്ടാവും, തുടയ്ക്കാനുണ്ടാവും. അപ്പൊ രാവിലെ എന്തായാലും അടിച്ചു വെക്കും, പക്ഷെ തുടയ്ക്കണത് ഈ ഒരു ബ്രേക്ക് കിട്ടുന്ന സമയത്തായിരിക്കും. അതുപോലെ ബ്രേക്ക് കിട്ടുമ്പോൾ ഞാൻ ചില മോട്ടിവേഷൻ വീഡിയോസ് കാണാം. ഇന്നത്തെ ദിവസം എനിക്ക് അടുക്കളയിൽ കുറച്ച് പണി ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ആദ്യം അത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് സോപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ശേഷം വന്നിട്ടാണ് ഇപ്പൊ ഈ 10 മണിക്ക് ഞാൻ 10 മണിക്ക് എന്തായാലും ഇരിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടായിരുന്നു രാവിലെ ആ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ജോലിക്ക് പോണതിന് മുന്നേ ഈ പണികൾ ഓൾമോസ്റ്റ് തീർന്നുണ്ടാവും. എന്നാലും ഞാൻ കുറച്ച് ബാക്കി വെക്കും. കാരണം നമ്മൾ ഈ ഫോണിലോട്ട് പോവുമല്ലോ, ഈ ബ്രേക്ക് എടുക്കുന്ന സമയം നമ്മൾ ഫോണിലോട്ട് പോകും. അപ്പൊ എന്ത് ചെയ്യും, ആ സമയം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വീഡിയോസ് ഒക്കെ സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ അവധി തന്നെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം കളയും. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഈ വീട്ടിലെ പണികൾ ചെയ്യുമ്പോൾ അതും കഴിയും, നമുക്ക് ഈ ഫോണിലെ നോട്ടവും കുറയും. എല്ലാം കൂടി നമുക്കൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനാണ് കേട്ടോ. അതായിട്ട് ഞാൻ കൺസിസ്റ്റൻസി ചാലഞ്ച് ഒരു 20 ദിവസത്തെയാണ് പ്ലാൻ ചെയ്യണത്. അപ്പൊ ഓരോ ദിവസം ഞാൻ പറ്റുകയാണ്, എനിക്ക് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഈ പഠിക്കുന്നതിന്റെ ഇടയിൽ റെക്കോർഡും ചെയ്യണം, അതിടയ്ക്ക് ഓഫ് ആക്കണം, പിന്നെ അത് കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കണത് നോക്കണം. അപ്പൊ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞാൻ മാക്സിമം പറ്റണത്ര അതിൽ ക്യാപ്ചർ ചെയ്യാൻ നോക്കാം. എന്നിട്ട് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇത് ഈ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കുമ്പോൾ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കമന്റില് നിങ്ങള് ജോലി കിട്ടിയതിന് ശേഷം വീഡിയോ ചെയ്യേ, ആ ജോലി കിട്ടുന്നതിന് മുന്നേ വീഡിയോ ചെയ്തിട്ട് എന്താണ് കാര്യം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. മോട്ടിവേഷൻ കിട്ടുന്നില്ല, അതായത് ഇൻസ്പയർഡ് ആവുന്നില്ല എന്ന് ആ ഒരു കുട്ടി പറഞ്ഞു. കുട്ടിയാണോ ചേച്ചിയാണോ, എനിക്ക് ലേഡിയാണെന്ന് മനസ്സിലായി, ചേച്ചിയാണോ അനിയത്തിയാണോ ഒന്നും അറിയില്ല. അപ്പോ ആ ഒരു കമന്റ് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് എന്താ ഇങ്ങനെ പറയുന്നേ എന്നുള്ളൊരു തോട്ട് വന്നു. കാരണം ഞാൻ പഠിക്കുന്നത് ഞാൻ തന്നെ ക്യാപ്ചർ ചെയ്ത് അത് ഞാനാക്കി വീഡിയോ ചെയ്യുമ്പോ പലർക്കും അതൊരു ഇൻസ്പിറേഷൻ ആണ്. നമ്മൾ പഠിക്കണ കണ്ടിട്ട് ബാക്കിയുള്ളവർ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് പഠിക്കാം എന്ന് തോന്നുന്ന പല ആൾക്കാരുണ്ട്. അങ്ങനെ പല കമന്റ്സും എനിക്ക് വരാറുണ്ട്. അപ്പൊ ആ ഒരു കമന്റ് കണ്ടപ്പോ എന്തോ നെഗറ്റീവ് ആക്കി വിടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തോട്ട് വന്നു. പക്ഷെ ഞാൻ അതിനങ്ങനെ റിപ്ലൈ കൊടുത്തു. താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട, ഞാൻ ആരെയും ഫോഴ്സ് ചെയ്തിട്ട് എന്റെ വീഡിയോ കാണണം എന്നൊന്നും പറയാറില്ല. അപ്പോ എനിക്ക് ഈ ഒരു ക്യാമറ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കും എന്നുള്ളൊരു 100% എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, പിന്നെ ഇതിന് എനിക്കൊരു ഏണിങ്സും കൂടിയാണ്, എനിക്കുള്ള പോക്കറ്റ് മണി എന്നുള്ള ഇതും കൂടി. ഞാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ പഠിക്കുമ്പോൾ അത് ക്യാപ്ചർ ചെയ്യുമ്പോൾ ഒന്നും കൂടെ പഠിക്കും. ഫോണിന്റെ ആ ഒരു നോട്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിപ്പോ ഞാൻ എഴുതുന്നത് LDCയുടെ നമ്മുടെ ട്രിറ്റാണിലുള്ള മോഡൽ എക്സാം ആണ്.
എഴുതുന്നില്ല വിചാരിച്ചു, എന്നാലും ഒന്ന് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. 5ാമത്തെ മോഡൽ എക്സാം ആണ്. ഞാൻ ആകെ 2 ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ഡിഗ്രിയുടെ എക്സാം ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ആ കമന്റ്സിന്റെ കാര്യം പറഞ്ഞത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. ഓക്കെ, ആ കുട്ടി ഇപ്പോഴും എന്റെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അതില് കമന്റ്സിന് റിപ്ലൈ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ആരൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് ഡൗൺ കെയർ ആക്കി വിടുന്നുണ്ട്. പിന്നെ അതിൽ ആ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ജോലി കിട്ടണത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. അത് അവരുടെ കൺസെപ്റ്റ് അല്ല, അത് എന്റെ കൺസെപ്റ്റാണ്. ഞാൻ ജോലി വാങ്ങിക്കണത് എന്റെ ആവശ്യമാണ്, അത് എന്റെ കാര്യമാണ്. അപ്പൊ അതില് ഇപ്പൊ ഈ കമന്റ് ഇട്ട ആള് ബോധേഡാവേണ്ട ആവശ്യമില്ല. ഞാൻ പഠിച്ച് ഞാൻ ജോലി വാങ്ങും. പിന്നെ ഒരിക്കൽ ജോലി വാങ്ങി ആ അപ്പോയിന്റ്മെന്റ് ലെറ്ററും ഈ വീഡിയോയിൽ കാണിക്കും. അല്ലാണ്ട് എനിക്ക് ജോലി കിട്ടിയ ഉടനെ ഞാൻ ഈ ചാനൽ മൊത്തം കളഞ്ഞ് അങ്ങോട്ട് കയറി പോവുകയൊന്നും ചെയ്യില്ല. എനിക്ക് ജോലി കിട്ടുന്നുള്ള 100% എനിക്ക് ഷുവർ ആണ്. ഓക്കെ, അപ്പോ ആ ഒരു ജോലി കിട്ടുമ്പോ എന്നെ ഇത്രത്തോളം ഈ ഒരു ചാനൽ ഇപ്പൊ 21K സംതിങ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു 21K ആയത് നിങ്ങളുടെ സപ്പോർട്ടോടെയാണ്. ആ സപ്പോർട്ട് ചെയ്ത കുട്ടികളുടെ മുന്നിൽ ഞാൻ ആ ഒരു എനിക്ക് ജോലി കിട്ടുന്ന സമയത്ത് എന്റെ റാങ്ക് ലിസ്റ്റ് ആ ഒരു പേര് വരുന്ന സമയത്ത് ഞാൻ അത് കാണിക്കുകയും ചെയ്യും. ജോലിക്ക് കയറുന്നതും ജോലിക്ക് ശേഷം നമ്മുടെ ഗവൺമെന്റ് സർവീസിൽ ഇങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ്. അപ്പൊ അതിനുശേഷം അത് പെർമിഷൻ വാങ്ങിയിട്ട് പറ്റുകയാണെങ്കിൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതൊക്കെ അപ്പുറത്തെ കാര്യം. നമുക്ക് ഇപ്പൊ ഇതിലോട്ട് വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഞാനിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ചാലഞ്ച് ചെയ്യാന്ന് വിചാരിക്കുന്നത്. കൺസിസ്റ്റന്റ് എന്നും രാവിലെ നേരത്തെ എണീക്കാൻ പറ്റുന്നവർ നേരത്തെ എണീക്കാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. ഒരു 5 മണിക്കെങ്കിലും എണീക്കുക. ഞാൻ 6 മണിക്കായിട്ട് എണീക്കാറുള്ളത്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ചടപടി 4 മണിക്ക് എണീക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ 6 മണിക്ക് എണീക്കും, അല്ലെങ്കിൽ 6:20 അത്രേ പോവുള്ളൂ. ഇവിടെ ആണെങ്കിൽ വേഗം നേരം വെളുക്കും. അതായത് ആ ഒരു വെളിച്ചം 4:45 തന്നെ നമുക്ക് ഇങ്ങനെ മുഖത്തിലോട്ട്, അപ്പൊ തനിയെ എണീക്കും. അപ്പൊ എണീച്ചതിന് ശേഷം നമ്മുടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, വീട്ടില് കുഞ്ഞുള്ളവരുണ്ടാവും, നമ്മുടെ ഹസ്ബൻഡിന് വീട്ടിൽ നിൽക്കുന്നവരുണ്ടാവും. ഇപ്പൊ ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ ഇവിടെ. എനിക്ക് ഒരുപാട് ടൈം പഠിക്കാൻ കിട്ടും. അപ്പൊ അങ്ങനെയുള്ളവര് കുറവായിരിക്കും. കുഞ്ഞു കുട്ടികളൊക്കെ വെച്ചിട്ട് പഠിക്കാറുണ്ട്. അപ്പൊ ആ ചേച്ചിമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റണ സമയം, കുഞ്ഞ് ഉറങ്ങുന്ന സമയം, അതുപോലെ എന്താ പറയാ, കുഞ്ഞിന് ഫുഡൊക്കെ കൊടുക്കണ സമയത്ത് ചിലര് എന്തായാലും ഫോൺ വെച്ചു കൊടുക്കും. അപ്പൊ ആ ഫോൺ വെച്ചു കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണ കാര്യങ്ങളായിരിക്കും നമ്മൾ വെച്ചു കൊടുക്കുക. അപ്പൊ വേറെ ഫോൺ ആരുടെയും ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ടോ, കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇതേപോലെ യൂട്യൂബ് ക്ലാസ് വെച്ചിട്ടോ, ഞാനൊക്കെ റെക്കോർഡ് ചെയ്തിട്ടൊക്കെ കാണാറുണ്ട് കേട്ടോ. യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനതൊരു റെക്കോർഡ് ചെയ്തിട്ട്, അത് റെക്കോർഡല്ല, ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ നമുക്ക് നെറ്റ് യൂസ് ചെയ്യണ്ട, അത് ഡൗൺലോഡ് ആയിട്ട് അവിടെ കിടക്കുമല്ലോ. അപ്പൊ അത് ഞാൻ കാണലുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ഓരോ ദിവസം നീങ്ങി പോവാ. അപ്പൊ ബ്രേക്ക് എടുക്കുന്ന സമയം ഇതേപോലെ എന്തെങ്കിലും പണി ചെയ്യാൻ വെക്കുക. എല്ലാ പണി രാവിലെ ചെയ്യണ്ട, പക്ഷെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഓക്കെ, കുഴപ്പമില്ല. ഒരു 10 മണിക്കുള്ളിൽ ഞാൻ എൻ്റെ എല്ലാ പണികളും ചെയ്തു വെക്കും എന്നുള്ള രീതിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാ ദിവസവും പഠിക്കാൻ ഇരിക്കാം. സ്റ്റഡി ചാലഞ്ച് പോലെ 20 ദിവസമാണ് ഞാൻ മാക്സിമം നോക്കണത്. ആ 20 ദിവസം എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ നോക്കുക. 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ പഠിക്കാൻ നോക്കുക. അല്ല അരമണിക്കൂറാ കിട്ടിയെച്ചാൽ ആ അരമണിക്കൂർ പഠിക്കാം. എന്തായാലും എത്ര മണിക്കൂറാണോ പറ്റണം അത്രയും മണിക്കൂർ പഠിച്ച് അന്നത്തെ ദിവസം മുഴുവനായിട്ട് നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് ഏരിയയിൽ നമ്മൾ ടിക്കറ്റ് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലേ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇതിലും പോവാറുണ്ട്. അപ്പൊ എന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. VF എക്സാം വരാൻ പോകുന്നുണ്ട്. അടിപൊളിയായിരുന്നു പഠിക്കുക. എന്തായാലും എല്ലാവരും നല്ലൊരു മാർക്ക് കിട്ടിയിട്ട് വരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എനിക്ക് എന്തായാലും എക്സാം ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ, ബൈ ബൈ.